പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ രണ്ടാമതും എന്നെ സാക്ഷിയാക്കി ഈ അൾത്താരയിൽ നിർത്തിയതിനോർത്ത് എൻ്റെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഉടമ്പടി വഴി എനിക്ക് ലഭിച്ച ആത്മീയ ഭൗതിക അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ പേര് കൊച്ചു ത്രേസ്യ. ഞാൻ വയലാറിൽ നിന്ന് വരുന്നു. ഞാൻ 2018 ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിലൂടെ ഞാൻ ഒത്തിരിയേറെ ആത്മീയമായിട്ടാണ് ഞാൻ ഒത്തിരിയേറെ വളർന്നത്. കാരണം എൻ്റെ സ്വഭാവം എന്നത് വേവലാതിപ്പെട്ട് കരഞ്ഞ് സങ്കടപ്പെട്ട് അങ്ങനെയുള്ളൊരു സ്വഭാവമായിരുന്നു. ഉടമ്പടിയിലൂടെ ഓരോ പുതുക്കലിലൂടെയും അമ്മ മാതാവ് എന്നെ ശുദ്ധീകരിച്ച് എന്നെ നല്ലൊരു മകളാക്കി മാറ്റി. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ എനിക്ക് നേരത്തെ പോലെ ദേഷ്യപ്പെടാനോ അങ്ങനെയൊന്നുമില്ല. വളരെ സമചിത്തതയോടുകൂടി എന്ത് കാര്യം എൻ്റെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നാലും അത് വളരെ സമചിത്തതയോടുകൂടി അമ്മയോടും ഈശോയോടും ചോദിച്ചുകൊണ്ട് അമ്മ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നാലോചിച്ചു. അപ്പോൾ എനിക്കൊരു മറുപടി കിട്ടും. കാരണം അപ്പോൾ അനുഭവിക്കാൻ പറ്റും അമ്മയുടെ സുഗന്ധാഭിഷേകവും ഒരു സാന്നിധ്യം നമുക്കറിയാം. മോളെ നീ ഇങ്ങനെ ചെയ്യടി. അപ്പോൾ അതേ രീതിയിൽ വളരെ സമാധാനത്തോടുകൂടി ഞാൻ ഉടമ്പടിയിൽ ഏൽപ്പിച്ചിരിക്കുന്നതല്ലേ, എൻ്റെ അമ്മ നോക്കിക്കോളും ഉള്ളൊരു ചിന്തയോടുകൂടി എല്ലാം ഞാൻ സമർപ്പിച്ച് സമാധാനത്തോടെ പോകുന്നു. പിന്നെ എൻ്റെ ഭൗതിക അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. ഞങ്ങൾക്ക് എൻ്റെ ഭവനത്തിലേക്ക് 54 വർഷമായിട്ട് വഴിയില്ലായിരുന്നു. കാരണം വീട്ടിൽ മരണങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിരുന്നു. ആ സമയത്തും പിന്നെ വീട് പണിയുടെ സമയത്തുമൊക്കെ മറ്റു ഭവനങ്ങളുടെ വാതിക്കൽ കൂടിയാണ് ഞങ്ങൾ അതൊക്കെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവരുടെ നിന്ന് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളും പരാതികളും ഞങ്ങൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഉടമ്പടിയിൽ ആദ്യമേ വെച്ച നിയോഗമാണ് പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഒരു വഴി തരണം. അപ്പോൾ ഞങ്ങൾക്ക് 4 ഭവനം കഴിഞ്ഞിട്ട് വേണം ഞങ്ങളുടെ വീടെത്താൻ. എല്ലാവരും ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. കാരണം തടസ്സങ്ങളായിരുന്നു. ഒരാൾ ശരിയാകുമ്പോൾ മറ്റേ ആൾ തടസ്സപ്പെടുത്തും. റോഡിനരികിലുള്ള അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി എനിക്ക് ആവശ്യമുള്ള വഴിയിലൂടെ ഞാൻ ആരും ചവിട്ടാത്ത രീതിയിൽ അത് നിക്ഷേപിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഭാഗ്യമെന്ന് പറയട്ടെ, ഒരു ദിവസം റോഡിൻ്റെ അരികിലുള്ള വീട്ടുകാർ അവർ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ വഴി തരാം എന്ന് പറയുകയും വഴി രജിസ്റ്റർ ചെയ്യുകയും ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഇപ്പോൾ സമാധാനത്തോടുകൂടി ആരുടെയും വീട്ടിൽ കൂടി അല്ലാതെ ഞങ്ങൾക്ക് പോകാനുള്ള അനുഗ്രഹം പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് വാങ്ങിച്ചിരുന്നു. ഇതൊരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. അതെൻ്റെ ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രമാണ് എനിക്കത് ലഭിച്ചതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് ഒത്തിരിയേറെ നന്ദി പറയുന്നു. പിന്നീട് എൻ്റെ കയ്യിലൊരു റോസാ ചെടിയുടെ മുള്ള് കൊണ്ടിരുന്നു. കാരണം ഞാനത് വളരെ നിസ്സാരമായി കരുതി. 1 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ അതൊരു ആണിയായിട്ട് വന്നു. അത് വളരെ വൃത്തികേടായിട്ടിരിക്കുമായിരുന്നു. നമ്മൾ കൈ നനയ്ക്കുമ്പോഴും അപ്പോഴൊക്കെ അതങ്ങ് വികസിച്ച് പുറത്തേക്ക് വരും. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം അത് സർജറി ചെയ്തു. പക്ഷേ സർജറിയുടെ ഫലമായിട്ട് വേദനയും പിന്നെ നമ്മളുടെ കൈ നനക്കാൻ പാടില്ല അങ്ങനെയുള്ള ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ വന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, നിയോഗമായി വെച്ചില്ല, പരിശുദ്ധമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ ഞാൻ ഇനി സർജറിക്കൊന്നും ഞാൻ പോകില്ല. ഞാൻ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അമ്മ എനിക്കത് മാറ്റി തരണം. എന്നാണെന്നറിയില്ല, ഏത് സമയത്താണെന്നറിയില്ല. എൻ്റെ കയ്യിൽ ഞാൻ ഉദ്ദേശിച്ച് നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ അത് കാണാനില്ല. അപ്പോൾ ഞാനത് ഉറപ്പായി വിശ്വസിക്കുന്നു എൻ്റെ പരിശുദ്ധ അമ്മയും ഈശോയും അതെനിക്ക് മാറ്റി തന്നതാണെന്ന്. അതിന് ഒത്തിരിയേറെ നന്ദി പറയുന്നു. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ കഷായം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ എൻ്റെ അശ്രദ്ധ കൊണ്ടാണ് അത് മറിഞ്ഞ് എൻ്റെ കയ്യിലേക്ക് വീണെന്ന് പറഞ്ഞാൽ ഒരു രാത്രി 9 മണിയായി കാണും. അപ്പോഴത്തേക്കും ഞാൻ ഉടനെ എൻ്റെ അമ്മയെ ഞാൻ എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് ഓടി ഞാൻ രൂപത്തിൻ്റെ അടുക്കലേക്ക് പോവുകയും ഉടമ്പടി തൈലം എടുത്ത് അതിലൂടെ പുരട്ടുകയും ചെയ്തു. അപ്പോൾ അത് ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ എൻ്റെ വീട്ടിൽ വഴക്ക് പറഞ്ഞു, നിന്നോട് ആരാ പറഞ്ഞ് തൈലമെടുത്ത് പുരട്ടാൻ ആരാ പറഞ്ഞേ, അങ്ങനെയല്ലല്ലോ ചെയ്യണത്. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ഉടമ്പടി തൈലം മതി,
അങ്ങനെ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ കയ്യിൽ കൈ പൊള്ളിയിട്ടുണ്ട്, അത് കുമള വരും, എനിക്കതറിയാം, പക്ഷേ ആ കുമള പൊട്ടരുത്. അത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻഫെക്ഷൻ ആകും, പിന്നെ ജോലിക്ക് പോകാൻ പറ്റില്ല, പിന്നെ നമ്മുടെ വീട്ടുകാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അമ്മേ കുമള പൊട്ടരുത്, പിന്നെ അല്ലാതെ അത് താന്നു പോണേ മാതാവേ എന്ന് ഞാൻ ഉടമ്പടിത്തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ കൊണ്ടിരുന്നു. പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ, എൻ്റെ കൈ പൊട്ടിയില്ല, അത് എപ്പോഴോ അത് ചുരുങ്ങി. എത്രയും വേഗം എനിക്കത് ഉണങ്ങി നല്ല ഭംഗിയായിട്ട് ആക്കി തന്നത്. ഇപ്പോൾ നോക്കാം, എൻ്റെ വലത് കൈ ആയിരുന്നു, ഈ കയ്യിൽ മേൽഭാഗത്താണ് കൂടുതൽ വീണത്, അവിടെ ഒരു പാടുപോലും ഇല്ല. അങ്ങനെ എനിക്ക് അത് സൗഖ്യം തന്നു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരിയേറെ നന്ദി പറയട്ടെ. പിന്നീട് എൻ്റെ പത്രപ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടുന്ന് പത്രം വായിച്ചിട്ട് ആദ്യമേ കൊണ്ടുപോയി രൂപനടയിൽ വയ്ക്കും, പ്രാർത്ഥിക്കും, മാതാവേ ഞാനിത് ആർക്കാണ് കൊടുക്കേണ്ടത്, അമ്മ തന്നെ പറഞ്ഞു തരണേ. എല്ലാവർക്കും കൊടുക്കാൻ എനിക്ക് ആഗ്രഹമില്ല, കാരണം അത് ആവശ്യമുള്ളവർക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ കൂടുതലും അക്രൈസ്തവർക്ക് കൊടുക്കാനാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ ഞാനത് പ്രാർത്ഥിച്ച് പത്രവുമായി പോകും. അപ്പോൾ ഓരോരുത്തർക്കും കൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർക്ക് കൊടുക്കണം, അത് അവർക്ക് ആവശ്യമുണ്ട്. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ ഇത് കൊണ്ടുപോകുന്നവരെ അത് വായിച്ച് അമ്മയെ വന്ന് അറിയുവാനും ഉടമ്പടി എടുക്കുവാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനത് അവർക്ക് കൊടുക്കും. ഒരു കാര്യം ഞാൻ മറന്നുപോയി, ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് 10 വർഷമായിട്ട് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത ഒരാളാണ്. പക്ഷെ എനിക്ക് വാഹനവും ഇല്ല, അതുകൊണ്ട് എനിക്കത് ഓടിച്ച് പഠിക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ ഉടമ്പടി വെച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, അമ്മേ എനിക്കൊരു വാഹനം വാങ്ങണം, കാരണം വാഹനം വാങ്ങിക്കാൻ പറ്റില്ല, ഒത്തിരി കടബാധ്യതകളുണ്ട്. അപ്പോൾ എനിക്കൊരു വാഹനം വേണം അമ്മേ, എന്താ മാർഗം? എന്തായാലും ലോൺ വഴിയാണെങ്കിൽ ഒരു വാഹനം എനിക്ക് തന്നെ, ആ വാഹനത്തിൽ തന്നെ ഞാൻ വാഹനം ഓടിച്ചു പഠിച്ചു. അപ്പോൾ എനിക്കറിയാം അത് അമ്മ എനിക്ക് തന്നാണെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ആ വാഹനത്തെ കൃപാസനം എന്ന് പേരിട്ടു. അതിൽ അമ്മയുടെ രൂപം അതിൽ പതിപ്പിച്ചു. അങ്ങനെ ഞാനിപ്പോൾ സുഖമായിട്ട് സന്തോഷത്തോടു കൂടി ആ വാഹനം ഓടിക്കുന്നു. പിന്നെ എൻ്റെ കാരുണ്യപ്രവൃത്തികളിൽ ഞാൻ വൃദ്ധസദനത്തിൽ പോകുന്നു, അവരുടെ അമ്മച്ചിമാരുടെ കൂടെ കുറേയേറെ സമയം ചിലവഴിക്കുന്നു. പിന്നെ അവരുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുവാനും അവരെ കുളിപ്പിക്കുവാനും ഒക്കെ ചെയ്യുന്നു. പിന്നെ ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ ഇടയ്ക്കായിട്ട് ട്രാൻസ്ഫർ ഒത്തിരി ദൂര സ്ഥലത്തേക്ക് കിട്ടിയേക്കണം. അപ്പോൾ അത് കാരണം അതിലിച്ചിരി പോകാനൊക്കെ പറ്റാതെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഫാർമസിസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ആർക്കൊക്കെയാണോ മരുന്ന് വേണ്ടത്, വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ അത് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുകയും എവിടെന്നെങ്കിലൊക്കെ കിട്ടാനൊക്കെ മാർഗം ഉണ്ടെങ്കിലൊക്കെ ഞാൻ എത്തിച്ചവർക്ക് കൊടുക്കുകയും, പിന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് എന്നെ കൊണ്ട് കഴിയാവുന്ന സാമ്പത്തിക സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് പ്രായമായ അമ്മച്ചിമാരെയും അപ്പച്ചന്മാരെയോടാണ് എനിക്ക് കൂടുതൽ ഞാൻ ഇടപെടുന്നത്. കാരണം സാധാരണ അപ്പച്ചനും അമ്മച്ചിമാരോടും സംസാരിക്കാൻ ആരുമില്ല. കാരണം അവരെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, അവരോട് ഒന്ന് സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ വാഹനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവരിരിക്കുന്ന സീറ്റിൽ ഞാൻ പോയിരിക്കും. എന്നിട്ട് ഞാൻ അമ്മച്ചിയോടൊക്കെ സംസാരിക്കും. ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് ഒരു മണിച്ചേച്ചിനൊക്കെ കണ്ടാൽ ആരും സംസാരിക്കാൻ ചെല്ലില്ല. അപ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞു, മോളെ നീ എന്നോട് ഇത്രയും സംസാരിക്കാനായിട്ട് നിനക്ക് എന്നെ അറിയാവോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഒരു തങ്കപ്പൻ ചേട്ടൻ, അങ്ങനെ ഒത്തിരി അപ്പച്ചന്മാരോടൊക്കെ സംസാരിക്കാൻ ഇടപെട്ടിട്ടുണ്ട്. പിന്നെ ഉടമ്പടിയിലൂടെ ആത്മീയമായ അനുഭവങ്ങളാണ് എനിക്ക് കൂടുതലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ബൈബിൾ വായിക്കാൻ ഒത്തിരിയേറെ അഭിഷേകം എനിക്ക് ഇട്ടിട്ടുണ്ട്. വചനങ്ങൾ 2 വചനം എന്നെ കൂടുതലായിട്ട് ബലപ്പെടുത്തുന്നു. ഒന്ന് കൊറിന്തോസ് 15:10 ഞാൻ ഇന്നെന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്. 1 പത്രോസ് 5:6 ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിലനിൽക്കുകയും അവിടുന്ന് തക്ക സമയത്ത്
സമയത്ത് എനിക്ക് വേണ്ടതൊക്കെ ഉയർത്തിക്കൊള്ളും. അങ്ങനെ ഈ 2 വചനങ്ങൾ എന്നെ ശക്തമായിട്ട് എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വചനങ്ങളാണ്. പരിശുദ്ധ അമ്മയും ഈശോയും വഴി എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. സങ്കീർത്തനങ്ങൾ 84:11. ദൈവമായ കർത്താവ് സൂര്യനും പരിചയമാണ്, അവിടുന്ന് കൃപയും ബഹുമതിയും നൽകുന്നു. പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും അവിടുന്ന് നിഷേധിക്കുകയില്ല. കൊച്ചുത്രേസ്യ എന്ന ഈ സഹോദരി ഉടമ്പടിയുടെ ഇരുത്തം വന്ന ഒരു സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. മകളുടെ ഉടമ്പടി ജീവിതം എത്ര കണ്ട് ആഴമുള്ളതും വിശ്വസ്തതയുള്ളതുമാണെന്ന് മകൾ 13 തവണ ഉടമ്പടി പുതുക്കിയതിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. മകൾ പറയുന്നുണ്ട്, 10ാം തവണ ഉടമ്പടി പുതുക്കുമ്പോഴാണ് 54 വർഷമായി ലഭിക്കാതിരുന്ന വഴി ലഭിക്കുന്നതെന്ന്. ഉടമ്പടി എടുക്കുന്ന നമ്മളിൽ ഏറെ പേരും 1ാമത്തെയും 2ാമത്തെയും പുതുക്കലിന് ശേഷം നാം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗം സാധിക്കുന്നില്ലെങ്കിൽ ഉടമ്പടിയിൽ നിന്ന് പിന്നോട്ട് പോകുന്നവരോ വിശ്വാസം കുറഞ്ഞുവെന്ന് നാം തന്നെ തിരിച്ചറിയുന്നവരുമാണ്. കൂടുതൽ ശരണപ്പെടുവാൻ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോഴും കൂടുതൽ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് എത്ര കണ്ട് കഴിവുണ്ട് എന്നതിനെയാണ് ഈ സാക്ഷ്യം നമ്മളോട് ചോദിക്കുന്നത്. ഞാൻ 1, 2, 3, 4, 5 തവണ പുതുക്കിയിട്ടും ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഏറ്റവും അത്യാവശ്യമുള്ള ഒരു വഴി അത് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടും ലഭിക്കാതിരിക്കുമ്പോൾ എൻ്റെ അമ്മ മാതാവ് കൈവിടില്ല എന്ന വലിയ ശരണത്തോടും പ്രത്യാശയോടും കൂടി നിരന്തരം അത് തന്നെ അമ്മയ്ക്ക് കൊടുത്തുകൊണ്ട് അമ്മയുടെ സമയം തിരുക്കന്മാരിലൂടെ അനുവദിച്ച് കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നേർച്ചവസ്തുക്കളുടെ പ്രയോഗമാണ് എല്ലാ സാക്ഷ്യത്തിനും മകൾ ആവർത്തിച്ച് പറയുന്നത്. ആദ്യത്തതിൽ മകൾ പറയുന്നുണ്ട്, മകൾ ഉപയോഗിച്ചിരുന്നത് ഉടമ്പടി ഉപ്പാണ്. അതാരും ചവിട്ടാത്തിടങ്ങളിൽ ഇട്ടുകൊടുത്ത് അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ സഹായവും 1/2 നൂറ്റാണ്ടുകാലം തുറക്കാതിരുന്ന വഴി തുറന്ന് സ്വന്തമായി കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അത് അനുവദിച്ച് കിട്ടിയതിനെ അത് സാക്ഷ്യപ്പെടുത്തുന്നു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നാം ഒരു നിയോഗം സമർപ്പിക്കുമ്പോൾ എത്ര പഴയതും എത്ര കണ്ട് നമുക്കിനി കിട്ടില്ല, തലമുറ കഴിഞ്ഞാലും കിട്ടില്ലെന്ന് കരുതുന്നവ പോലും അനുവദിച്ചു തരുവാൻ കൂടെ ഉണ്ടാകും എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് മകളുടെ ആ സാക്ഷ്യം. 2ാമത്തത് മകൾക്ക് വന്ന ഒരു ആണിരോഗം പോലെയുള്ള വിഷയവും കൈവിരലിൻ്റെ ഡിഫോമേഷനുമാണ് സൂചിപ്പിച്ചത്. അതും ഉടമ്പടിയുടെ നേർച്ചവസ്തു ഉപയോഗിച്ചതിലൂടെ പൂർണ്ണമായി സൗഖ്യപ്പെട്ടതും മറ്റ് യാതൊരു ചികിത്സയും അതിൽ ചെയ്തില്ലെന്ന് മകൾ പ്രത്യേകം അത് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. മറ്റൊന്ന് കഷായം വീണ പൊള്ളലേറ്റതിൻ്റെ കാര്യവും മകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോഴും ഉടമ്പടി തൈലം തന്നെയാണ് മകൾ ആദ്യം പുരട്ടുന്നത്, മറ്റൊന്നും ചെയ്തിട്ടില്ല. അത് പൂർണ്ണമായും സൗഖ്യപ്പെടുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും അമ്മയിൽ ശരണപ്പെട്ടുകൊണ്ട് ആ ഒരു പൊള്ളലിനെയും അപകടാവസ്ഥയെയും കൊടുക്കുകയും ചെയ്യുമ്പോൾ പാടുപോലുമില്ലാതെ പൂർണ്ണ സൗഖ്യം ആ രോഗാവസ്ഥയിൽ മകൾക്ക് നൽകിയതിനെയും മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വാഹനം വാങ്ങണമെന്നും തനിക്കുള്ള ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ അതുപയോഗിച്ച് വാഹനം ഓടിക്കണമെന്നും ആഗ്രഹിച്ചതും അമ്മ മാതാവ് അതും അത് സാഹചര്യങ്ങൾക്ക് അനുസൃതമായി അനുവദിച്ചു കൊടുത്തതിനെയും മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉടമ്പടിയിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് പരിശുദ്ധ അമ്മയോട് ഏറ്റവും പ്രിയപ്പെട്ടൊരു വ്യക്തിയെപ്പോലെ നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരു കുഞ്ഞ് അമ്മയോട് ചോദിക്കുന്നത് പോലെ നിരന്തരം സ്നേഹത്തോടെ അവകാശത്തോടെ ശാഠ്യത്തോടെ സംസാരിക്കുവാൻ അമ്മ മാതാവിൻ്റെ ഈ ഉടമ്പടിയിൽ നമുക്കെപ്പോഴും സാധിക്കും. അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് നമുക്കുള്ള ബാഹ്യമായ സാഹചര്യങ്ങളിലുള്ള എല്ലാ കുറവുകളെയും മാറ്റിക്കൊണ്ട് കൃപയുടെ അനുഗ്രഹങ്ങൾ തുടർച്ചയായി ലഭിക്കുവാൻ നമ്മളെ സഹായിക്കുന്നത്. മകൾ അതിനെയാണ് ഈ സാക്ഷ്യത്തിൽ അടയാളപ്പെടുത്തുന്നതും. ഏറ്റവും ശാന്തതയോടുകൂടി തൻ്റെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുക, ഏറ്റവും അലിവുള്ള ദൈവസ്നേഹത്തോടുകൂടി കാരുണ്യ പ്രവൃത്തികൾ പ്രത്യേകിച്ച് വയോജനങ്ങൾക്ക് വേണ്ടി തൻ്റെ സമയം കൊടുക്കുക, സന്തോഷത്തിൻ്റെ വർത്തമാനം പറയുക, അവർക്ക് കൂടെയുണ്ട് എന്ന ഒരു ഉറപ്പോടുകൂടി അവരുമായി ഇടപഴകുവാൻ വേണ്ടി മണിക്കൂറുകൾ കണ്ടെത്തുന്ന സഹോദരി. അത് ഓരോ കൃപാസനം പത്രവും
അത് ദൈവത്തിൻ്റെ സന്ദേശവും മനുഷ്യരുടെ ദൈവാനുഭവവും ചേർന്നത് അത് വായിക്കുന്നവർക്ക് ദൈവത്തിങ്കിലേക്ക് തിരിയുവാനും അമ്മയിൽ ശരണപ്പെടുവാനും പൂർണ്ണമായും ഉപകാരപ്പെടണമെന്ന ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അത് ഓരോരുത്തർക്കും കൈമാറുക. ഇതൊക്കെയും ഉടമ്പടിയെ എങ്ങനെ ഓരോരുത്തരും സമീപിക്കുന്നു, എത്ര കണ്ട് ഉടമ്പടി മജ്ജയും മാംസവുമായി നമുക്ക് മാറുന്നു എന്നതിൻ്റെ അടയാളങ്ങളാണ്. നല്ലൊരു ഉടമ്പടി ജീവിതം നയിക്കുകയും അതിലൂടെ ദൈവവുമായി അമ്മ മാതാവുമായി ചോദിക്കുന്നതൊക്കെയും ലഭിക്കും വിധം ജീവിതത്തെ ദൈവസന്നിധിയിലേക്ക് ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നതിൻ്റെ സാക്ഷ്യമാണ് മകളുടെ വാക്കുകളിലുള്ളത്. സമയച്ചുരുക്കത്തിൻ്റെ സാക്ഷ്യം, രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യം, അസാധ്യമെന്ന് കരുതിയത് അമ്മ മാതാവ് നിസ്സാരമായി സാധിച്ചു കൊടുത്തതിൻ്റെ സാക്ഷ്യമാണിത്. നമ്മുടെ ജീവിതങ്ങളെയും നിയോഗങ്ങളെയും പ്രത്യക്ഷീകരണ മാതാവ് ഇതുപോലെ തന്നെ ഉടനടി പരിഹാരം നൽകി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം അമ്മ മാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.